എല്ലാവർക്കും നമസ്കാരം. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇല വെച്ചിട്ടുള്ള ഒരു തോരനാണ്. ഈ ഇല എല്ലായിടത്തും എല്ലാ സമയത്തും കിട്ടൂല. ചില സ്ഥലങ്ങളിൽ തണുപ്പുള്ള സമയത്താണ് ഇത് കൃഷി ചെയ്യുക. അപ്പോൾ വയലോര പ്രദേശങ്ങളിലുള്ളവർക്ക് ഇത് ആ സമയത്ത് കിട്ടുമായിരിക്കും. കരപ്രദേശങ്ങളിലുള്ളവർക്ക് കുറവാണ്. പിന്നെ തൈത്തടങ്ങളിലും മറ്റെല്ലാം ഇത് കൃഷി ആക്കും ആൾക്കാർ. ഇതുപോലെ ഇഷ്ടംപോലെ ധാരാളമായ ഇലകളൊന്നും കിട്ടൂല. അപ്പോൾ ഞാൻ ഇന്ന് ആ ഇല വെച്ചിട്ട് തോരൻ ഉണ്ടാക്കാൻ പോകുന്നു. ഈ ഇലയുടെ കാര്യത്തിൽ എന്താ ഇത്ര സസ്പെൻസ് എന്ന് എല്ലാവരും വിചാരിക്കും. അതൊന്നുമില്ല കേട്ടാ, ഇതൊരു സാധാരണ ഉഴുന്നിൻ്റെ ഇലയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതെങ്ങനെയാണ് തോരൻ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഉഴുന്നിൻ്റെ ഇല ചെറുതായി ഒന്ന് മുറിച്ചെടുക്കുക. വളരെ പൊടി പൊടിയായി അരിയുന്നതാണ് ഏറ്റവും നല്ലത്. അധികം വേവൊന്നും ഇതിനില്ല. ാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉഴുന്നില റെഡിയാക്കാൻ പോകുന്നു. ഉഴുന്നില തോരനുണ്ടാക്കാൻ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തത്. ആ വെളിച്ചെണ്ണയിലേക്ക് ഒരു നുള്ളി അരി ഇടുന്നു. അരി ഏകദേശം ഗോൾഡൻ കളറായി വരുന്നുണ്ട്. അതിലേക്ക് ഒരു 5-6 വറ്റൽമുളക്, അരിയും മുളകും പാകത്തിന് ആയി. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച ഉഴുന്നില ഇടുന്നു. ഇത് ഞാൻ അടച്ചു വെക്കുന്നൊന്നുമില്ല. എല്ലാ ഇലക്കറികളെല്ലാം തുറന്നു വെച്ച് വേവിക്കണം എന്നാ പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മറുഭാഗം ഒന്ന് മറച്ചിടാം. ഇത് ചെറിയ തീയിൽ വേണം വേവിച്ചെടുക്കാൻ, ഇല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും. ഒട്ടും തന്നെ വെള്ളം ഇതിലേക്കില്ല. അടുത്തതായി ഒരു 3/4 ടീസ്പൂൺ ഉപ്പ്. ഇതിന് ഉപ്പ് വളരെ കുറച്ചേ വേണ്ടൂ. ഇനി ഇല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി നോക്കിയിട്ട് ഇടാം. നമ്മളെ ഉഴുന്നില തോരൻ റെഡിയായി. ഇനി അതിലേക്ക് ലാസ്റ്റായിട്ട് ചേർക്കാൻ പോകുന്നത് തേങ്ങ, വെളുത്തുള്ളി. ഒരു 5-6 വെളുത്തുള്ളി കുത്തി വെച്ചതാണിത്. വലിയ വെളുത്തുള്ളി ആയത് കാരണം ഒരുപാടുണ്ടെന്ന് തോന്നും. ഒരു 5 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച്, ഇതിൽ വെള്ളമൊന്നുമില്ല, ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുമില്ല, നല്ല ഭംഗിയിൽ വെന്ത് പാകമായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഉഴുന്നില തോരൻ ഇവിടെ റെഡിയായി. ഇനി ഇത് കൂടുതലായി ഞാൻ ആരോടും ഉണ്ടാക്കുക എന്ന് പറയുന്നില്ല. സാധനം കിട്ടാനുള്ളവർ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തി ആയ ഒരു ഭക്ഷണമാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.